ദേ ഇങ്ങനെ ഇരുന്ന കരിവേപ്പിലേനെ ദാ ഇങ്ങനെ ആക്കിയെടുത്തതിൻ്റെ പിന്നിലെ രഹസ്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ കറിവേപ്പില എൻ്റെ കൈ കിട്ടിയപ്പോൾ ഇതിൻ്റെ പകുതി വേരും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു കേട്ടോ. പോരാത്തതിന് നല്ല ഉച്ച വെയിലത്ത് വണ്ടിയുടെ ഡിക്കി കിടന്ന് 5-6 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. കിട്ടിയ സമയത്ത് തന്നെ ഞാൻ അതിനെ നട്ടെങ്കിലും 1.5 മാസത്തോളം അതിനൊരു ഗ്രോത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളിൽ സക്സസ് ആയതാണ് കേട്ടോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ 2-3 ടിപ്പൊക്കെ പരീക്ഷിച്ചെങ്കിലും എനിക്ക് വിജയകരമായിട്ടുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ ആദ്യമായിട്ട് കഴുകുന്ന വെള്ളമില്ലേ, വളരെ ചെറിയ ക്വാണ്ടിറ്റി വെള്ളത്തിൽ കഴുകിയിട്ട് അത് നമ്മൾ ഈ കറിവേപ്പിലേക്ക് ഒഴിച്ചെടുക്കുക. ഇത് നല്ലൊരു വളമാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കൻ കഴുകുമ്പോൾ ഉപ്പിടാനൊന്നും പാടില്ല കേട്ടോ. മാസത്തിലൊരിക്കോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പിലേക്ക് നല്ല ഗ്രോത്ത് കാണും കേട്ടോ. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കറിവേപ്പിലേനെ ട്രിം ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ വളർച്ച നല്ല രീതിയിൽ വരുന്നത്. ഒരുവിധം വളർന്നു തുടങ്ങിയപ്പം ഞാൻ ഈ കറിവേപ്പിലേനെ നടുകിൽ വെച്ച് തന്നെ മുറിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം വന്നതാണ് നിങ്ങൾ ഈ കാണുന്ന നോട്ട്സ് എല്ലാം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടിംഗ് ആണ്. കറിവേപ്പിലയുടെ വേര് എത്രത്തോളം നല്ല രീതിയിൽ വളരുന്നു അത്രത്തോളം കറിവേപ്പിലേക്കും വളർച്ച കാണും കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയൊരു പ്ലാൻ പോട്ട് തന്നെ മേടിച്ചിട്ടുണ്ട്. അതിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് മണ്ണിൻ്റെ ലഭ്യത കുറവുള്ളതിനാൽ ആദ്യം ഞാൻ കുറച്ച് തെർമോക്കോൾ ഇട്ടിട്ടുണ്ട്. തെർമോക്കോൾ ഇടുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേര് മാക്സിമം അനങ്ങാതെയും നശിക്കാതെയും ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എന്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ നമ്മുടെ സാധാരണ മണ്ണിലേക്ക് കുറച്ച് മുട്ടയുടെ തോട് പൊടിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എനിക്ക് പറഞ്ഞു തരാനുള്ള വേറൊരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മുകളിലും താഴെയും കട്ട് ചെയ്ത ശേഷം അതുകൂടെ അതിനകത്ത് വെച്ച് മണ്ണിടുവാണെങ്കിൽ അതിലേക്ക് നമ്മുടെ കിച്ചണിൽ വെജിറ്റബിൾ വേസ്റ്റ് ആയാലും ഉള്ളിയുടെ തോടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വളമാണ് കേട്ടോ. മാത്രമല്ല, ഈ കുപ്പി ഇങ്ങനെ നമ്മൾ ഇറക്കി വെക്കുന്നതിലൂടെ നമ്മളിടുന്ന മലക്കറി വേസ്റ്റ് ഒന്നും വൃത്തിയില്ലാതെ കിടക്കത്തില്ല. എല്ലാം ഈ കുഴിയിലിറങ്ങി നല്ല വൃത്തിയായിട്ട് കിടന്നോളും. പിന്നെ ഈ ബോട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ.